തിരുവോണ ദിനത്തിലും സെക്രട്ടേറിയറ്റ് സമരത്താൽ മുഖരിതമാണ്. ഇപ്പോൾ എനിക്ക് മുൻപിൽ കാണുന്നത് ഓൾ കേരള ഡ്രൈവർ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സാണ്. അവർ മണ്ണ് നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ. ഈ തിരുവോണ ദിനത്തിൽ എല്ലാവരും സദ്യയുണ്ടുമ്പോൾ ഈ റാങ്ക് ഹോൾഡേഴ്സ് ഇവിടെ ഇരുന്നുകൊണ്ട് മണ്ണ് തിന്നാണ് പ്രതിഷേധിക്കുന്നത്. വേക്കൻസി ഉണ്ട്, പക്ഷേ നിയമനമില്ല. സർക്കാർ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് വേക്കൻസികൾ PSC ലിസ്റ്റിൽ നിന്നും മാത്രം നികത്തുക, അങ്ങനെ തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ തിരുവോണ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ പ്രതിഷേധിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത്. തിരുവോണ ദിനമാണ്, എല്ലാവരും വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ, സദ്യ ഉണ്ണുമ്പോൾ നിങ്ങൾ തെരുവിലിരുന്നു കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലിരുന്നു കൊണ്ട് ഇങ്ങനെ മണ്ണ് തിന്ന് പ്രതിഷേധിക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഞങ്ങളൊരു PSC പരീക്ഷ എഴുതിപ്പോയി. അതാണ് ഞങ്ങളിങ്ങനെ മണ്ണ് നിന്ന് പ്രതിഷേധിക്കേണ്ട ഒരു സ്ഥിതി വന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഡ്രൈവർ ലിസ്റ്റിനാണ്, ഉദ്യോഗാർത്ഥികളാണ്. വാഹനമില്ലാത്ത അടുത്ത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് PNRDയുടെ ഒരു വിവാദ ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ പ്രകാരം ഞങ്ങൾക്ക് ഇപ്പം ഇത് ജില്ലാ തലത്തിലുള്ള പരീക്ഷകളാണ്. സെപ്റ്റംബറും നവംബറിലുമാണ് ഞങ്ങളുടെ ലിസ്റ്റുകൾ തീരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നിയമനം തരുന്നില്ല. വണ്ടി ഇല്ലാത്തടത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടെന്നുള്ള PNRDയുടെ ഒരു വിവാദ ഉത്തരവുണ്ട്. ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ തന്നെ ഡ്രൈവർ കം OA എന്നുള്ളതാണ്. അപ്പോൾ വാഹനമില്ലെങ്കിൽ ഞങ്ങൾ അവിടെ OA നിയമിക്കാൻ കഴിയുന്നതാണ്. തിരുവനന്തപുരത്ത് മാത്രമേ 25ഓളം വേക്കൻസിയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഉത്തരവിൻ പ്രകാരം തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതുതന്നെയാണ്, തിരുവനന്തപുരത്ത് മാത്രം 25ഓളം വേക്കൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ആ വേക്കൻസി പോലും നികത്താതെ തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താ പറയാനുള്ളത്? അതായത് ഞങ്ങളുടെ കേരളത്തിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 300-ൽ പരം വേക്കൻസികളാണ് ഞങ്ങൾക്ക് മൊത്തത്തിൽ പോയത്. അപ്പോൾ ഇതിൽ വണ്ടി ഇല്ല എന്ന് ആണ് ഞങ്ങൾക്ക് തരാതിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ വണ്ടികൾ ആവശ്യത്തിൽ കൂടുതൽ സർക്കാരിന്റെ കയ്യിലുണ്ട്. പക്ഷെ അവിടെയെല്ലാം താൽക്കാലിക ഡ്രൈവർമാരാണ് ഓടുന്നത്. അപ്പോൾ ഈ താൽക്കാലിക ഡ്രൈവർമാർക്ക് ഓടാൻ വണ്ടിയുണ്ട്. PSC എഴുതി ലിസ്റ്റിൽ വന്ന് ടെസ്റ്റും നടത്തി, അതുപോലെ പ്രാക്ടിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകാർക്ക് അതിന്റെ ഒരു നിയമനം നൽകുന്നില്ല എന്നുള്ളത് വല്ലാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സർക്കാർ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് ഒരു സൂചനാ സമരമാണ്. ഇതിലും രക്ഷയില്ലെങ്കിൽ ഞങ്ങൾ അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് പോവുക എന്നതാണ് ഞങ്ങളുടെ ഇത്. അതുതന്നെയാണ് തിരുവോണ ദിനത്തിലും സമരം ഇരിക്കേണ്ട സ്ഥിതി. അത് മണ്ണ് തിന്ന് പ്രതിഷേധിക്കുകയാണ്. അവർ PSC പരീക്ഷ എഴുതി. ആ PSC പരീക്ഷ എഴുതിയതാണ് അവർ ചെയ്ത തെറ്റെന്നാണ് പറയുന്നത്. ആ PSC എഴുതിയത് മൂലമാണ് ഇവിടെ നിന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ട് താഴെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ മണ്ണ് തിന്നേണ്ട സ്ഥിതി വന്നിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ അടുത്ത ഒരു സമരം കൂടി നടക്കുന്നുണ്ട്. അത് LPST റാങ്ക് ലിസ്റ്റിൻ്റെയാണ്, റാങ്ക് ഹോൾഡേഴ്സിൻ്റെയാണ്. അവരുടെ സമരം 52ാം ദിവസമാണ് പിന്നിടുന്നത്. നേരത്തെ സർക്കാരുമായിട്ടൊരു സമവായം ഉണ്ടായെങ്കിൽ 2 മാസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകാമെന്നൊക്കെ പറഞ്ഞതാണ്. എന്നാൽ സമരമുഖത്ത് തന്നെ അവരുമുണ്ട്, LPST റാങ്ക് ഹോൾഡേഴ്സുമുണ്ട്. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ നേരത്തെ സമരം വരുന്ന ആ സ്ഥലത്ത് സമരപ്പന്തലിന് അടുത്തായിട്ട് പൂക്കളം ഒരുക്കിക്കൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ്, പൂക്കളം തീർത്തുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ തന്നെ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമാകത്താണോ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്? ഞങ്ങൾക്ക് ശരിക്ക് ഇപ്പോൾ 45 ദിവസം സമയം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ HTVയുടെ 1:25 കാര്യം പരിശോധിക്കാൻ വേണ്ടിയിട്ട്. റാങ്ക് ലിസ്റ്റിന്റെ കാര്യം അവർ ചെയ്തു തരാം, റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് നീട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 45 ദിവസം ഞങ്ങളിവിടെ ഒരു സമാധാനപരമായ രീതിയിൽ തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓണം ഇവിടെ ആഘോഷിക്കുന്നത്. അതുതന്നെയാണ്, ഓണം ഇവിടെ തന്നെ ആഘോഷിച്ച് ഇവിടെ തന്നെ പൂക്കളം ഒരുക്കിക്കൊണ്ട് പ്രതിഷേധിക്കുക തന്നെയാണ് ഒരു തരത്തിലുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സമര സത്യാഗ്രഹത്തിലൊക്കെ ഉണ്ടായിരുന്ന നിരവധി ദിവസം സത്യാഗ്രഹം എന്ന വളർമതി കൂടി ചേരുന്നുണ്ട്. ഇത്തരത്തിൽ ഓണത്തിന് തിരുവോണ ദിവസം നിങ്ങളിവിടെ സമരത്തിന് തന്നെയാണ് പൂക്കളം ഒരുക്കിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഓണസദ്യയൊക്കെ നടത്തിക്കൊണ്ട് തന്നെ സമരമാണ്. അപ്പം ഇവിടെ നിന്ന് ഈ തീരുമാനം ഉണ്ടായിട്ടേ മടങ്ങുള്ളൂ. ഉറപ്പായിട്ടും തീരുമാനം ഇനി ഒരു 28 ദിവസം കൂടെ ഉണ്ട്. അപ്പം അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ഓണാഘോഷം ഈ തെരുവിൽ ആഘോഷിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. അവരും വീട്ടിൽ സദ്യ ഉണ്ണുമ്പോൾ ഇങ്ങനെ ഈ നേരത്തെ ഞാൻ അവിടുത്തെ ഡ്രൈവേഴ്സ് റാങ്ക് ലിസ്റ്റിൻ്റെ അവരോട് സംസാരിച്ചു. അവർ പറഞ്ഞത് ഞങ്ങൾ PSC പരീക്ഷ എഴുതിപ്പോയി, അതാണ് ഈ തെരുവിൽ നിന്ന് ആഹാരം കഴിക്കേണ്ട സ്ഥിതി ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞത്. അത് വളരെ ഇപ്പോൾ ഈ നാടിൻ്റെ ഒരു എന്താ പറയുക മോശം അവസ്ഥയെ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഒരു നാട് എന്ന് പറഞ്ഞാൽ ആ നാട് ഭരിക്കുന്ന ആര് തന്നെയാണ്. ഇപ്പം ഇനിയിപ്പോൾ രാജാവിൻ്റെ കാലത്തുള്ള രാജഭരണമാണെങ്കിൽ പോലും പ്രജകൾക്കൊരു പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഇടപെടേണ്ട വ്യക്തികൾ ഭരണം നടത്തുന്ന ആളുകളാണ്. അപ്പൊ ഇത്രയും നമ്മൾ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഇങ്ങനെ ഒരു പരീക്ഷ എഴുതിയത് കൊണ്ടാണ്. ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാത്ത എത്രയോ പേരുണ്ട്, അവരിവിടെ വന്ന് കിടക്കുന്നില്ല. അല്ലെങ്കിൽ വേറെ പരീക്ഷകളൊന്നും
ഇതുവരെ എഴുതാത്ത ഒരാളും ഇവിടെ വന്ന് കിടക്കുന്നില്ല. പക്ഷെ ഒരു പരീക്ഷ എഴുതി പോയത് കൊണ്ട് തെരുവിൽ കഴിയേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഈ ഭരണത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ ഞങ്ങളും ഇതുപോലെ തെരുവിൽ കിടക്കേണ്ടി വരുന്നത് ഭരണ സംവിധാനത്തിന്റെ ഒരു തെറ്റായ രീതിയാണ് എന്നുള്ളത് കൂടിയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അത് തന്നെയാണ് ഈ ഇത്തരത്തിൽ തിരുവോണ ദിനത്തിൽ പോലും തെരുവിൽ അലയേണ്ട സ്ഥിതി, തെരുവിൽ ഇരുന്ന് ഉറങ്ങേണ്ട സ്ഥിതി, തെരുവിൽ തന്നെ ഓണം ആഘോഷിക്കേണ്ട സ്ഥിതി അതുണ്ടാക്കുന്നത് സംസ്ഥാനത്തെ ഭരണകൂടത്തിന്റെ പരാജയമാണെന്ന് തന്നെയാണ് ഈ സമരത്തിൽ നിൽക്കുന്നവരെല്ലാവരും പറയുന്നത് തന്നെയാണ് ശരിയും. കാരണം ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കുമ്പോൾ, എല്ലാവരും കുടുംബത്തോടൊപ്പം സദ്യ കഴിക്കുമ്പോൾ ഈ തെരുവിലേക്ക് വന്നിരുന്നുകൊണ്ട് ആ തെരുവിലിരുന്നുകൊണ്ട് ഒരു ഇല വിരിച്ച് അതിൽ മണ്ണിട്ട് ആ മണ്ണ് തിന്ന് പ്രതിഷേധിക്കേണ്ട സ്ഥിതി, ഒരു പറ്റം ആളുകൾ അവിടെ പൂക്കളം എഴുതിയും സദ്യ ഒരുക്കിയും പ്രതിഷേധിക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ ഭരണകൂടം എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇതുതന്നെയാണ് പ്രതിഷേധത്തിന് കാരണമാകുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇവരെല്ലാം പരീക്ഷ എഴുതി PSC പരീക്ഷ എഴുതിപ്പോയി എന്നതുകൊണ്ടാണ് ഈ തെരുവിലേക്ക് ഇങ്ങനെ വന്ന തിരുവോണ ദിനത്തിൽ അലയേണ്ട സാഹചര്യം ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ തീരുമാനമുണ്ടാകുന്നതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഈ നിയമനങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ സമരം അവസാനിപ്പിക്കില്ല. ഇവിടെ തന്നെ ഇങ്ങനെ തുടരും. സൂചനയായിട്ടായാലും ശരി, അല്ലാതെയായാലും ശരി, സമരമായിട്ട് പ്രത്യക്ഷ സമരമായിട്ടായാലും ശരി, തെരുവിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ സൂചിപ്പിക്കുന്നത്. തെരുവിൽ ഉദ്യോഗാർത്ഥികൾ അലയുകയാണ് തിരുവോണ ദിനത്തിലും.